നല്ല കരിമ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കുടിക്കട്ടെ. നിങ്ങൾ ദാഹം കൊണ്ട് ബിസ്മി കൂട്ടാൻ പറഞ്ഞോ? ഇന്നത്തെ നമ്മുടെ യാത്ര ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗിന്നസ് ബുക്കിലൊക്കെ പേര് നേടിയെടുത്ത ഒരു മിനി മസ്ജിദ്, ഒരു ചെറിയ പള്ളി കാണാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തിയിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ തിരക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഉൽ ഖൽഖ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, എന്നിട്ട് അള്ളാഹു എപ്രകാരമാണ് സൃഷ്ടിപ്പ് തുടങ്ങിയതെന്ന് നോക്കിക്കാണുക. സൂറത്തുൽ അങ്കബൂത്തിലുള്ള ഒരു ആയത്താണിത്. നമ്മുടെ ഈ യാത്രകളൊന്നും വെറും കാഴ്ചകളായി മാത്രം ആക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കുദറത്തുകളെ, അതായത് അള്ളാഹുവിന്റെ കഴിവുകളെ തൊട്ടറിയാനുള്ള ഒരു ഇബാദത്തായി കൂടി മാറേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പുണ്യ കേന്ദ്രത്തിലേക്കാണല്ലോ. പള്ളി വലുതായാലും ചെറുതായാലും അത് അള്ളാഹുവിന്റെ വീടാണ്, സുജൂദ് ചെയ്യപ്പെടുന്ന ഇടം. നാം നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ സർവശക്തന്റെ മുന്നിൽ നെറ്റിത്തടം മണ്ണിൽ ചേർക്കുന്ന ഇടം. മഹത്തുക്കളുടെ സ്മരണകൾക്കുള്ള ഇടങ്ങളോ ചരിത്രപ്രധാനമായ പള്ളികളോ സന്ദർശിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ സിയാറത്തും സന്ദർശനങ്ങളും ഒരു വിശ്വാസിക്ക് ആത്മീയ ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? സ്വഭാവിയായ ഒരു കൂട്ടുകാരന്റെ കൂടെയുള്ള യാത്ര കസ്തൂരി വിൽക്കുന്നതിന്റെ കൂടെ ഇരിക്കുന്നത് പോലെയാണെന്നാണ്. നല്ല ഉദ്ദേശത്തോടുള്ള ഈ യാത്ര നമുക്ക് ഇരു ലോകത്തും ഉപകാരമുള്ളതാവട്ടെ. ഇതാ ആ ചെറിയ പള്ളിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. വലുപ്പത്തിലല്ല, മറിച്ച് നമ്മുടെ ഇഖ്ലാസിലാണ് കാര്യമെന്ന് എല്ലാവരും ഓർക്കണം. അള്ളാഹു നമ്മുടെ ഈ യാത്ര, ഈ സന്ദർശനം ഒക്കെയും സ്വീകരിക്കുമാറാകട്ടെ. യാത്രയിൽ ഉടനീളം അള്ളാഹുവിനെ സ്മരിക്കുക, അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ പ്രകീർത്തിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ചെറിയ പള്ളി കുറച്ചുകൂടെ അകലെയാണ്. നമ്മൾ സ്ഥലത്ത് റീച്ചായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ പള്ളിയും ചുറ്റുപാടും പരിസരങ്ങളൊക്കെ കാണാം.
എത്തിപ്പെട്ടു ആ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയിലേക്ക്. ഇതാ ഇവിടുന്ന് ഈ വഴിയിലോട്ട് നേരെ കയറിപ്പോവാ. നമ്മൾ ആ പള്ളിയും പിന്നെ അതിന് ചുറ്റുവച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ഉസ്താദിൻ്റെ വീടാണിത്. ഇവിടെ തന്നെ സൂഫി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പാവങ്ങളെ സഹായിക്കുന്ന രൂപത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ തന്നെയാണ്, ഈ വീട്ടുകാരാണ് കൈകാര്യം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ആ പള്ളിയെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം ഇവിടുത്തെ ഉസ്താദിനോട് തന്നെ ചോദിച്ച് വിശദ വിവരങ്ങളൊക്കെ അറിയാം. നമുക്ക് കൂടുതൽ കാര്യമായിട്ടൊന്നും അറിയില്ല, നിങ്ങളെപ്പോലെ തന്നെ ഓരോന്നും കേട്ടും കണ്ടും പരിചയമുള്ളൂ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഉസ്താദിനോട് നമുക്ക് ചോദിച്ചറിയാം ഇൻഷാ അല്ലാഹ്. നല്ല കാഴ്ചകളാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ അങ്ങനെ ഒടുവിൽ ഒരുപാട് യാത്രകൾ ദൂരം വന്ന് യാത്രകളൊക്കെ ചെയ്ത് ക്ഷീണം പിടിച്ചിന്. അപ്പോൾ ഒടുവിൽ ഈ പള്ളിയുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്, ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സിദ്ദീഖ് പീർ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിദ്ദീഖ് പീർ എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ്. അപ്പോൾ അവരുടെ മകനാണ് സദഖത്തുല്ലാഹുൽ ഖാദിരി എന്ന് പറയും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഈ പള്ളിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുമല്ലേ? നമുക്ക് കൂടുതലൊന്നും അറിയില്ല, കേട്ട് പരിചയമുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പള്ളി എത്ര ദിവസം കൊണ്ടാണ് പണിതത്, എത്ര ആൾക്കാർ കൂടിയിട്ടാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളൊക്കെ ഒന്ന്. ഇത് കയറുമ്പോൾ തന്നെ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 3 ചിഹ്നങ്ങൾ, ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിം ആയിട്ടും ഹിന്ദു ആയിട്ടും, ഈ 3 ചിഹ്നങ്ങളും നമുക്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് വരാൻ പറ്റും, സന്ദർശിക്കാൻ പറ്റും എന്നതിന് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് എല്ലാ മതത്തിന്റെയും ദൈവം ഒന്നാണെന്നാണ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരു ദൈവമല്ലേ? മനുഷ്യരെ കണ്ട സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. ആ ഒരു ദൈവത്തെ സൂചിപ്പിക്കാനാണ് 22 അടി താഴ്ച. ഭൂമിക്ക് മുകളിൽ നിന്നും താഴേക്ക് 22 അടി താഴ്ചയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴേക്ക് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ പള്ളിക്കകത്ത് കയറുമ്പോൾ എന്തായാലും കാല് കഴുകണം, ശുദ്ധിയോടുകൂടി കയറണം. നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് പള്ളിന്റെ അകത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളി എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 80 സ്ക്വയർ ഫീറ്റ്. ആകെ ടോട്ടല് 80 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത പള്ളിയാണ് കേട്ടോ. നമുക്ക് എത്ര ആൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റും? ഇമാമോട് കൂടെ 10 പേര്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാണ്. മാഷാ അല്ലാഹ്. 10 ആൾക്കാർക്ക് നിസ്കരിക്കാം. അടിപൊളിയാണ്. ആ ഒരു ഈ പള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും ഈ ധ്യാനം കൂടാന്ന് പറയും. നമ്മൾ മുസ്ലിംസിനെ നമ്മൾ അവലിയാക്കന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖൽവത്തെടുക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഇവിടുത്തെ ഇവിടെ വാപ്പ, ഈ മകന്റെ സദഖത്തുല്ലാഹി ഖാദിരി എന്ന് പറയുന്ന ഈ പൊന്നുമോന്റെ വാപ്പ സിദ്ദീഖ് ബിൻ മഹാനവറുകള് ഖൽവത്തിരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഓരോ മതസ്ഥർക്കും വേണ്ടിയിട്ട് സ്ഥലത്ത് പാപ്പാക്ക് മാത്രമായിട്ട് ഒഴിച്ചിട്ടേക്കാണ്. അവിടെ മറ്റൊരൊക്കെ അതവ് കാണിക്കുന്നില്ല. അതായത് അവിടെ കാണിക്കേണ്ട അതവൊന്നും അത് കാണിക്കുന്നില്ല. അതിന് സാധാരണ ഒരു റൂം അതേപോലെ കയറി അപ്പൊ ഹൽവത്തിരിക്കുന്ന സ്ഥലം നമുക്കറിയാലോ, അതിൻ്റെതായ പ്രാധാന്യം അതിന് കൽപ്പിക്കണം.
ഇപ്പോൾ ഓരോ മഹാന്മാർ നമുക്കറിയാം, ഒരുപാട് മഹാന്മാർ. ഇപ്പോൾ നമ്മുടെ ഏർവാടി പോകുമ്പോൾ അല്ലേ, സികന്ദർ മല, അതിൻ്റെ അകത്ത് ചെറിയൊരു ജാനിമുടിയുടെ സ്ഥലമുണ്ട്. അവിടുത്തെ മഹാൻ എന്ന് പറഞ്ഞ പോലെ ഓരോ മഹാന്മാരെ ഹെൽവത്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരെ കൽപ്പിക്കാത്തത് കൊണ്ട്, അവിടെ വെറുതെ കയറി കടന്നിരുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു പോയതുകൊണ്ട് അതവിടെ തൽക്കാലത്തേക്ക് പൂട്ടിയിരിക്കുകയാണ്. ഈ 14 ആളുകൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ശിഷ്യന്മാരായിട്ടുണ്ട്. ഈ പള്ളി പണിയാൻ സഹായിച്ചിരിക്കുന്നത് ഈ 14 ശിഷ്യന്മാരാണ്. അതുകൊണ്ടാണ് അവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വല്ലാത്തൊരു സ്ഥലമല്ലേ ഉസ്താദ്? അതെ അതെ. അൽഹംദുലില്ലാ, അങ്ങനെ ഒടുവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, പള്ളിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പൊന്നുമോനെ നമുക്ക് പറഞ്ഞു തന്ന് എല്ലാ കാര്യങ്ങളും മാഷാ അല്ലാഹ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും പള്ളിയെ പറ്റിയിട്ട്, പള്ളി 80 സ്ക്വയർ ഫീറ്റാണ്, അതുപോലെ തന്നെ 22 അടി താഴ്ചയിലാണ്. പിന്നെ അവിടെ ഹൽവത്തിരിക്കുന്ന സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും ഈ പള്ളി പണിതതിനെ പറ്റിയിട്ടും 60 ദിവസം കൊണ്ട് അല്ലേ, എത്ര ദിവസം? 65 ദിവസം കൊണ്ട് 14 ശിഷ്യന്മാർ കൂടിയിട്ടാണ് എന്താക്കിയത് ഈ പള്ളി പണിതത്. വല്ലാത്തൊരു മാഷാ അല്ലാഹ്, അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് മാഷാ അല്ലാഹ്. അപ്പോൾ കഴിയുന്നവരൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, നമ്മളെ ഗോതമംഗലം, ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഗോതമംഗലം പാച്ചേറ്റി തലക്കോട്, ഇവിടെ സൂഫി സെന്റർ എന്ന് നമ്മൾ ചോദിച്ചാൽ മതി. ബോർഡുകൾക്ക്, റൂട്ടിലൊക്കെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക് പിടിച്ച റോഡാണ്, ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന, ഈ ഫോറസ്റ്റും ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് വന്ന് കാണാനും ഒന്ന് സന്ദർശിക്കാനും ഒക്കെ ഒന്ന് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും. അങ്ങനെ പള്ളിയുടെ സന്ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ സംസാരിച്ച മകൻ്റെ വാപ്പ, അതായത് സിദ്ദീഖ് പീർ എന്ന് പറയുന്നവർ, അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ പറ്റിയത് വലിയ ഹൈവേ. നമ്മൾ കുറേ ദിവസമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എത്തിപ്പെടണമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ നമുക്ക് ഇതുവരെ ഞങ്ങളൊരു സാഹചര്യം കിട്ടിയില്ല. ഇവരുടെ വീഡിയോ ഉദ്ഘാടനം മൊത്തം 2 വർഷം പണി തുടങ്ങി, 3 വർഷം എല്ലാവർക്കും പറ്റൂല. സന്മത്തിലിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അധികം ആളുകൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണല്ല. പരിചയമില്ല. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഇല്ലല്ലോ. ശരീരത്ത് മാത്രം അറിയാവുന്ന ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ല. കേട്ടിട്ടുണ്ടാവും. ആയുർവേദത്തിൽ ഒന്നുമില്ല, മനസ്സിലാവും. ആക്ടിങ്ങിന്റെ ഭാഗമാണ്. നമ്മളിപ്പോ ആരിപ്പോ ആയില്ലെങ്കിലും നമ്മൾ അതിലേക്കുള്ള സഞ്ചാരത്തിലായാൽ തന്നെ മതിയല്ലോ. ഇപ്പൊ ആരോ ഇല്ലെന്നൊക്കെ അള്ളാഹ് തീരുമാനിക്കട്ടെ. മലയത്തേക്കാവും പാപ്പൻ ദിവസം. അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എന്നെ ഇതിൽ ഉറപ്പിച്ച് ഈ ഭാഗത്ത്. കണിയാപുരത്തിൻ്റെ അവിടെ ഞാനും എൻ്റെ ഷെയ്ഖും ഇവരെല്ലാവരും ഉണ്ട്, ഞങ്ങളിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം വിക്കറിലിരുന്നു. അപ്പം എൻ്റെ ഞാൻ ഇന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ വാപ്പ ഓത്തും മൗലൂദും എല്ലാം കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിക്കറിൽ കണ്ണടച്ചിങ്ങനെ അൻഫാസിലിങ്ങനെ ഇരിക്കുക. ഈ കബറ അങ്ങോട്ട് തുറക്കുകയാണ്. അവർ ഈ കണ്ണാടി ചില്ലുവാരി തുറന്നിട്ട് കണിയാപുരം കിടക്കുന്നത് എന്നെ കാണിച്ചത്. നല്ല സുന്ദരനായിട്ട് കിടക്കുക.
എന്നെ അങ്ങനെ നിശ്ചലനായിപ്പോയി. ലാസ്റ്റ് തന്നെ ഇവരെല്ലാവരും വാപ്പ എന്ന് പറഞ്ഞ എൻ്റെ സയ്യിദാണ്. ആ ഗൗസി പീർ എന്ന് പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് ഹാരിസ. ഇവരെ കൂടി എന്നെ ലാസ്റ്റ് എടുത്ത് കുടഞ്ഞാണ് ശരിയാക്കി. ഞാൻ നിശ്ചലനായിപ്പോയി. നിശ്ചലനായപ്പോൾ ഞാൻ അനക്കാൻ പറ്റുമോ അങ്ങനെ ഇവരൊക്കെ ഉണ്ടായി. അന്ന് എൻ്റെ ഇളയ മോൾക്ക് 2 വയസ്സല്ല, 2 വയസ്സ്. അതെൻ്റെ അനുഭവമാണ് പണിയാണ്. അവരെല്ലാം ഇന്നും ഹയാത്തിലുള്ളവരെന്നെ. അതൊരു മൗത്തായിപ്പോന്ന് പറയാൻ പറ്റും. ഫാത്തിഹയാണെല്ലാം അല്ലേ? ഫാത്തിഹ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാമായി. ഫാത്തിഹ 7 ആയത്തും ദുആയാണ്. ഒരു ഫാത്തിഹ ഓതി കഴിഞ്ഞ് പിന്നെ വേറൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെയൊക്കെ നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങളാണ്.